ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഓപ്പണിംഗ് റെസ്റ്റോറൻറ്റിൻ്റെ പാർട്ട് 3 ആണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ വിചാരിച്ച പ്ലാനൊന്നും ആയില്ല. തുടക്കത്തിൽ തന്നെ വർക്കൗട്ടാക്കിയത്. ആദ്യമേ തന്നെ 4 TV അവിടെ വെക്കാമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ TV വെക്കണമെങ്കിൽ നമുക്ക് TV സ്ട്രോങ് ആയിട്ട് മോൾഡ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട്, അതായത് ഒരു സ്റ്റഡ് കാര്യങ്ങൾ വേണമായിരുന്നു. അപ്പോൾ അതുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വുഡിൻ്റെ പണികൾ തുടങ്ങി. അപ്പോൾ ഈ സൈഡിൽ മേലത്തെ ബാർ കൗണ്ടറിൻ്റെ മേലെ വുഡ് എത്രയും അടിച്ച് തീർക്കുക. അത് നേരെ ആയി കാരണം ഈസി ആയിട്ട് വർക്കൗട്ടായി കാര്യങ്ങൾ. അത് കഴിഞ്ഞ് ആ വുഡ് ഫുള്ള് തീർക്കുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ പ്ലാൻ. അപ്പോൾ അതിൻ്റെ മേലെയുള്ള ഭാഗവും പിന്നെ തൊട്ട് താഴെയുള്ള ഭാഗവും തീർക്കാനായിരുന്നു ആദ്യത്തെ പ്ലാൻ. അതിനുശേഷം ആ കാണുന്ന പില്ലേഴ്സ് രണ്ടും തീർക്കാനായിരുന്നു അടുത്തത്. സംഭവം ഒന്ന് പരിപാടി തുടങ്ങിയപ്പോൾ ഇത്തിരി ലേറ്റായി. പക്ഷേ ഞങ്ങൾക്ക് വിചാരിച്ച പോലെ പെട്ടെന്ന് തീർക്കാൻ പറ്റി. കാരണം വുഡിന് അത്ര കട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നെയിൽ ഗണ്ണ് ഉപയോഗിച്ച് ചെയ്യാൻ എളുപ്പമായിരുന്നു. ഈ വുഡ് ഫുള്ള് ചെയ്യാനായിട്ട് ഞങ്ങൾ നെയിൽ ഗണ്ണാണ് ഉപയോഗിച്ചത്. നെയിൽ ഗണ്ണ് ഈസിയാണ്. നെയിൽസ് നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിക്ക് നമ്മൾ ആണിടിക്കുന്ന പോലെ കറക്റ്റ് കയറിക്കോളും. അത് ഭയങ്കര ഈസി ആയിരുന്നു. എല്ലാ വുഡും അത് തന്നെ ചെയ്തേട്ടോ, ഫോളോ ചെയ്ത സെയിം പാറ്റേൺ തന്നെ ഫോളോ. വീഡിയോയിൽ കാണുന്ന പോലെ പെട്ടെന്ന് തീർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം എടുത്തു കിട്ടാ. കാരണം കട്ട് ചെയ്യാൻ ഈസിയാണ്. പക്ഷെ ഇത് ഞങ്ങൾ പറഞ്ഞില്ല, പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ടൈം എടുത്തു. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ആ അടിയിലത്തെ ഭാഗം ഫസ്റ്റ് പില്ലറും ഫുള്ള് തീർത്തു. അപ്പോൾ ഞങ്ങളുടെ പണി മേജറായിട്ടുള്ള പണികൾ ഒതുക്കി ഞങ്ങൾ. ആസ് യൂഷ്വലായിട്ട് ഞങ്ങൾ പില്ലേഴ്സൊക്കെ വുഡ് നേരെ വെച്ചു. ബാക്കി പ്ലെയിൻ ആയിട്ട് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചു. അങ്ങനെ പണി ഈസി ആവാൻ വേണ്ടിയിട്ടും പിന്നെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് ലാസ്റ്റത്തെ പില്ലറായിരുന്നു കേട്ടോ ഞങ്ങൾ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന സ്പേസ് ഞാൻ മുന്നേ പറഞ്ഞില്ലേ, നമ്മൾക്ക് ആ TV വയ്ക്കാനുള്ള സ്പേസ് ആയിക്കാൻ അത് ലീവ് ചെയ്തു. അപ്പോൾ അതിന് നമുക്ക് കറക്റ്റ് സ്റ്റഡ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അത് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളെന്നെ വിളിച്ചു കേട്ടോ. എല്ലാ രണ്ട് പില്ലേഴ്സും തീർത്ത് വുഡ് ആ സൈഡ് നമ്മൾ ഇന്ന് പറഞ്ഞ ടാസ്ക് എല്ലാം തീർത്തു. ലാസ്റ്റ് പണിയൊക്കെ തീർത്ത് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.